ഹലോ എല്ലാ വിദ്യാർത്ഥികൾക്ക് അസ്ലമുള്ളതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് 2025 അധ്യയന വർഷത്തെ BSc നഴ്സിംഗ് കോഴ്സിന് എങ്ങനെ അഡ്മിഷൻ എടുക്കാം, അതോടൊപ്പം പാരാമെഡിക്കൽ കോഴ്സിൻ്റെയും കാര്യമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. കുറേ വിദ്യാർത്ഥികൾ അറിയത്തില്ല ഈ +2 എക്സാമിന് ശേഷം BSc നഴ്സിംഗ് പോലത്തെ കോഴ്സിന് എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കുന്നത്. കേരളത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതോടൊപ്പം കേരളത്തിൻ്റെ അംഗീകരിച്ച കോളേജിൻ്റെ ലിസ്റ്റ് എല്ലാം ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അതോടൊപ്പം ഈ എൻട്രൻസ് എക്സാം നടത്തുമോ ഇല്ലയോ എന്ന് കുറേ വിദ്യാർത്ഥി സംശയമുണ്ട്. അതിൻ്റെ അപ്ഡേറ്റും കൂടിയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതുപോലെ കഴിഞ്ഞ വർഷങ്ങളിൽ കേരളയുടെ BSc നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സെല്ലാം അഡ്മിഷൻ നടത്തിയൊരു വെബ്സൈറ്റിൻ്റെ പേരാണ് LBS വെബ്സൈറ്റ്. അപ്പോൾ എന്താണ് LBS വെബ്സൈറ്റ്, എങ്ങനെയാണ് LBSൽ അപേക്ഷിക്കേണ്ടത്, എങ്ങനെയാണ് LBS വഴി BSc നഴ്സിംഗ് അതോടൊപ്പം പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് അഡ്മിഷൻ കിട്ടുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ആദ്യമായിട്ടാണ് ചാനൽ വീഡിയോ കാണണമെങ്കിൽ ഇതുപോലത്തെ LBS അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ആദ്യം തന്നെ കുറേ വിദ്യാർത്ഥി സംശയമാണ് 2025 എൻട്രൻസ് എക്സാം വഴിയാണോ BSc നഴ്സിംഗ് അതോടൊപ്പം പാരാമെഡിക്കൽ കോഴ്സിൻ്റെ അഡ്മിഷൻ നടത്തുന്നതിന് കുറേ വിദ്യാർത്ഥി സംശയമുണ്ട്. നിലവിൽ ഇതുവരെ എൻട്രൻസ് എക്സാം വഴിയാണ് ഈ വർഷത്തെ, അതായത് 2025 BSc നഴ്സിംഗിൻ്റെ പാരാമെഡിക്കൽ കോഴ്സിൻ്റെ അഡ്മിഷൻ നടത്തുന്ന നിലവിൽ ഒരു വെബ്സൈറ്റിലും പറഞ്ഞിട്ടില്ല. പക്ഷേ INC പറയുന്ന പ്രകാരം എൻട്രൻസ് എക്സാം വഴി ആയിരിക്കണം BSc നഴ്സിംഗ് പോലത്തെ പാരാമെഡിക്കൽ കോഴ്സിന് പോലത്തെ അതിലേക്ക് അഡ്മിഷൻ എടുക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷവും LBS എന്ന വെബ്സൈറ്റിൽ കൂടെയാണ് BSc നഴ്സിംഗിന് പാരാമെഡിക്കൽ കോഴ്സിന് അഡ്മിഷൻ എടുത്തത്. BSc നഴ്സിംഗിന് ആണെങ്കിൽ പ്ലസ് ടുവിലെ സെക്കൻഡ് ഇയറിൽ മാത്രമായ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് അടിസ്ഥാനത്തിലുമാണ് ഓരോ കോളേജിലേക്കും ഓരോ വിദ്യാർത്ഥികൾക്ക് അലോട്ട് ചെയ്തിരിക്കുന്നത്. അതിന് ഇൻഡെക്സ് മാർക്കുണ്ട്. ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് അത് 300 മാർക്കിനായിരിക്കും. അത് കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ റാങ്ക് ലിസ്റ്റ് അടിസ്ഥാനത്തിലുമായിരിക്കും ഓരോ കോളേജിലും ഓരോ വിദ്യാർത്ഥികൾക്ക് അലോട്ട് ചെയ്യുന്നത്. 2024 കാര്യമാണ് പറയുന്നത്. 2025 എൻട്രൻസ് എക്സാം ഇല്ലെങ്കിൽ ഈ രീതിയിലായിരിക്കും നടത്തുന്നത്. LBSൻ്റെ അപേക്ഷിക്കേണ്ട സമയം ഇതുവരെ വന്നിട്ടില്ല. നിലവിൽ വെബ്സൈറ്റിൽ വരെയാണെങ്കിൽ പറയുന്നതാണ്. നിലവിൽ +2 എക്സാം നടക്കുന്നതേ ഉള്ളൂ. +2 എക്സാം കഴിഞ്ഞതിന് ശേഷം +2 എക്സാമിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷമാണ് LBSൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ടാവുന്നത്. നിലവിൽ എൻട്രൻസ് എക്സാമിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നില്ല. എൻട്രൻസ് എക്സാമിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ഞാൻ ചാനൽ വഴി പറയുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ട തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറയുന്നതാണ്. എൻട്രൻസ് എക്സാമിൻ്റെ കാര്യം ഇതുവരെ ഒരു വെബ്സൈറ്റിലും പറഞ്ഞിട്ടില്ലെന്ന് എല്ലാ വിദ്യാർത്ഥികളും അറിയുക. കഴിഞ്ഞ വർഷത്തെ പോലെ BSc നഴ്സിംഗ് വഴിയാണ് നടത്തുന്നത്. അതായത് LBSൻ്റെ വെബ്സൈറ്റ് വഴിയാണ് നടത്തുന്നതെങ്കിൽ അപേക്ഷ +2 എക്സാമിന് ശേഷം റിസൾട്ട് വന്നതിന് ശേഷം മാത്രമായിരിക്കും അപേക്ഷിക്കേണ്ടതെന്ന് എല്ലാ വിദ്യാർത്ഥികളും അറിയുക. അതോടൊപ്പം കുറേ വിദ്യാർത്ഥി സംശയമുണ്ട് എങ്ങനെയാണ് ഗവൺമെൻറ് കോളേജിലേക്ക് അപേക്ഷിക്കുന്നതിനെല്ലാം കുറേ വിദ്യാർത്ഥി സംശയമുണ്ട്. ഗവൺമെൻറ് കോളേജിലെല്ലാം അപേക്ഷിക്കേണ്ട വെബ്സൈറ്റാണ് LBS. LBS എന്ന വെബ്സൈറ്റിൽ ഗവൺമെൻറ് കോളേജ് ആയാലും പ്രൈവറ്റ് കോളേജ് ആയാലും എല്ലാ കോളേജുകളും വരുന്നുണ്ട്. ഗവൺമെൻറ് കോളേജിൽ LBS എന്ന വെബ്സൈറ്റിൽ മാത്രം വഴി അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതൊക്കെ കോളേജിൻ്റെ ലിസ്റ്റ് എന്നാണ്. ഇത് BSc നഴ്സിംഗ് ഗവൺമെൻറ് കോളേജസിൻ്റെ ലിസ്റ്റാണ്. ഇതിൽ 14 കോളേജുകളുണ്ട്. 14 ഗവൺമെൻറ് കോളേജിലും ഈ വെബ്സൈറ്റ് വഴിയായിരിക്കും വിദ്യാർത്ഥികളെ അലോട്ട് ചെയ്യുന്നത്. അതിൻ്റെ താഴെയുള്ള മലബാർ ക്യാൻസർ സെൻറ്ററിന് താഴെയുള്ള കോളേജസാണ്. ഇതും ഗവൺമെൻറ് അപ്രൂവ്ഡ് ആണ്. അതോടൊപ്പം BSc നഴ്സിംഗ് കോളേജ് അണ്ടർ SIMET SMIT കോളേജിൻ്റെ ഡീറ്റെയിൽസാണ് പറയുന്നത്. ഇതിലെ എല്ലാ സീറ്റുകളും ഈ LBS വഴിയാണ് നടത്തുന്നത്. അതിനുശേഷം താഴോട്ട് വരുമ്പോൾ BSc നഴ്സിംഗ് CPAS ഉണ്ട്, CAP ഉണ്ട്. പിന്നെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസ് കോളേജ് ഓരോ ഡിസ്ട്രിക്ട്സിലെയും കോളേജ് എടുത്ത് കാണിച്ചിട്ടുണ്ട്. ഓരോ വിദ്യാർത്ഥികൾക്കും ഈ ഡോക്യുമെൻറ്റ് വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാനാണ്. അത് നിങ്ങൾ ഏതാണ് ബ്രൗസറിൽ കയറി LBS കോളേജ് ലിസ്റ്റ് 2025 സെലക്ട് ചെയ്താൽ ഈ കോളേജിൻ്റെ ലിസ്റ്റ് വരുന്നതാണ്. അത് എടുത്ത് നിങ്ങൾ BSc നഴ്സിങ്ങിനോ അതോ പാരാമെഡിക്കൽ കോഴ്സിനോ പോയി പഠിക്കാൻ താല്പര്യമുള്ള കോളേജിലെ ലിസ്റ്റ് ഉണ്ടെന്ന് അറിയാൻ സാധിക്കുന്നതാണ്. ഇതിലിപ്പോൾ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസ് കോളേജ് ഓരോ ഡിസ്ട്രിക്റ്റ് ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ ഓരോ പ്രൈവറ്റ് കോളേജിലും ഇപ്പോൾ ഏകദേശം 60 സീറ്റ് ഉണ്ടോയെന്ന് എല്ലാ വിദ്യാർത്ഥികളും വിചാരിക്കുക. അതിൽ 30 സീറ്റ് LBSൻ്റെ വെബ്സൈറ്റ് വഴിയും 30 സീറ്റ് വേറെ ഹോസ്പിറ്റലിൽ, അതായത് കോളേജിൻ്റെ വെബ്സൈറ്റ് വഴിയായിരിക്കും നടത്തുന്നത്. അതിലിപ്പോൾ നിലവിൽ PNC MAC എന്ന FNCK എന്ന് പറയുന്ന 2 വെബ്സൈറ്റിലുണ്ട്. അത് സെൽഫ് ഫിനാൻസ് കോളേജിലെ അതായത് മാനേജ്മെൻറ്റ് സീറ്റിൻ്റെ അലോട്ട്മെൻറ്റാണ്. ഇതും മാർക്ക് അടിസ്ഥാനത്തിലാണ്. അത് ആ വെബ്സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്തതിന് ശേഷം അതിൻ്റെ റാങ്ക് ലിസ്റ്റ് അടിസ്ഥാനത്തിലായിരിക്കും ആ സീറ്റ് നൽകുന്നത്. MAC FNCK തുടങ്ങിയ വെബ്സൈറ്റുകളുണ്ട്. PNC MAC എന്ന് പറയുന്ന പ്രൈവറ്റ് സെൽഫ് ഫിനാൻസ് കോളേജുകളാണ് ഇത് നൽകിയിരിക്കുന്നത്. ആ കോളേജിൻ്റെ ഏകദേശം പകുതി സീറ്റുകൾ മാത്രമേ കാണുള്ളൂ, ബാക്കി പകുതി ഇവിടെയാണ് വരുന്നത്. അതിനുശേഷം AMCS FNCK എന്ന വെബ്സൈറ്റ് ഉണ്ട്. അതിൽ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് കോളേജസ് ആണ് വരുന്നത്. അതിലും വിദ്യാർത്ഥികൾ കയറി അലോട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇതിന് ശേഷം ചില സെപ്പറേറ്റ് കോളേജിൽ അവരുടെ മാത്രം വെബ്സൈറ്റിലായിരിക്കും ഓരോ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. ഏതൊക്കെ കോളേജസ് എന്ന് ഓരോ വിദ്യാർത്ഥികളെ അറിയിക്കുന്നതാണ്. നിലവിൽ ഈ ലിസ്റ്റിലില്ലാത്ത കോളേജുകളായിരിക്കും അവരുടെ കോളേജിൻ്റെ മാത്രം വെബ്സൈറ്റിൽ വഴി വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഇതുവരെ അപേക്ഷിക്കാൻ വന്നില്ല. 2025 കാര്യമാണ് പറയുന്നത്. എല്ലാ വിദ്യാർത്ഥികളും അറിഞ്ഞിരിക്കുക.
ഇതെല്ലാം +2 എക്സാമിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷമായിരിക്കും. ഈ എൻട്രൻസ് എക്സാം ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ ഓരോ കോളേജിൽ അപേക്ഷ വെക്കേണ്ടതെല്ലാം +2 എക്സാമിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷമാണെന്ന് എല്ലാ വിദ്യാർത്ഥികളും അറിഞ്ഞിരിക്കുക. അതോടൊപ്പം പാരാമെഡിക്കൽ കോഴ്സിൻ്റെ സീറ്റുകൾ ഏതൊക്കെ കോളേജിലുണ്ടെന്ന് കുറേ വിദ്യാർത്ഥി സംശയമുണ്ട്. അത് ഞാൻ പറഞ്ഞ പോലെ ഈ PDF ഡൗൺലോഡ് ചെയ്താൽ അറിയാൻ സാധിക്കുന്നതാണ്. ഈ PDFൽ ഏതൊക്കെ കോളേജിൽ എത്ര സീറ്റുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. പിന്നീട് 2024 ഡീറ്റെയിൽസാണ് നൽകിയിരിക്കുന്നത്. എല്ലാ വിദ്യാർത്ഥികളും അറിയുക. ഇനി വേണമെങ്കിൽ കോളേജിൽ ആഡ് ചെയ്യാനും ഒഴിവാക്കപ്പെടാനും സാധ്യതയുണ്ട്. ചില കോളേജിൻ്റെ ഫെസിലിറ്റീസ് അടിസ്ഥാനമാക്കിയും ആഡ് ചെയ്യാനും കുറയ്ക്കാനും സാധ്യതയുമുണ്ട്. ഇപ്പോൾ 2024 നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോളേജ് ഉണ്ടോ എന്നെല്ലാം നോക്കി വയ്ക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും 2025 അധ്യയന വർഷത്തെ BSc നഴ്സിംഗ് മറ്റ് പാരാമെഡിക്കൽ കോഴ്സിൽ എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കുന്ന ഡീറ്റെയിൽസ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് അറിഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എൻട്രൻസിൻ്റെ എക്സാമിൻ്റെ കാര്യം ഇതുവരെ നിലവിൽ വെബ്സൈറ്റിലൊന്നും പറയുന്നില്ല. എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ചാനൽ വഴി അറിയിക്കുന്നതാണ്. പിന്നീട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, റിപ്ലൈ തരുന്നതാണ്. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ്സ് വീഡിയോ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. താങ്ക്